Dudy'z വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ Dudy'z വേൾഡ് ഫാമിലി ഇപ്പോൾ 1K സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്തേക്കാണ്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ ഫാമിലിക്കും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും എല്ലാവർക്കും എൻ്റെ നന്ദി പറയുകയാണ്. ഞാൻ ഇതുവരെയായിട്ടും തന്നെ എൻ്റെ ഒരു വീഡിയോയിലും ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു ഇൻഫർമേഷൻസും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ 1000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ 1000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ എൻ്റെ കുറച്ച് പേഴ്സണൽ ഇൻഫർമേഷൻസും കൂടെ പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ പേര് ധന്യ എന്നാണ്. ഞാനൊരു തിരുവനന്തപുരം സ്വദേശിയാണ്. അപ്പോൾ ഞാൻ എൻജിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് നാൾ ജോലിക്ക് പോയിരുന്നു. അപ്പോൾ ഇപ്പോൾ എൻ്റെ മാരേജ് ആയതുകൊണ്ട് ഞാൻ കുറച്ച് നാളായിട്ട് ജോലിക്ക് പോകുന്നില്ല, വീട്ടിൽ തന്നെയുണ്ട്. എൻ്റെ അച്ഛൻ ശ്രീകുമാർ, അച്ഛനൊരു ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്നു, ഇപ്പോൾ റിട്ടയർഡായി. അതുപോലെ തന്നെ എൻ്റെ അമ്മയുടെ പേര് മിനി എന്നാണ്. അമ്മയും ഒരു ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്നു, അമ്മയും റിട്ടയർഡായി. അപ്പോൾ ഞാൻ ഇവരുടെ റിട്ടയർമെൻറ്റ് വ്ളോഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഇവിടെ എവിടെയെങ്കിലും അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം, പോയി കാണുക. പിന്നെ എനിക്കൊരു ചേച്ചിയാണുള്ളത്. ചേച്ചിയുടെ പേര് ദിവ്യ എന്നാണ്. ചേച്ചി കോൺട്രാക്ട് ബേസിസിൽ ഒരിടത്ത് വർക്ക് ചെയ്യുകയാണ്. ചേച്ചിയുടെ ഹസ്ബൻഡ്, അതായത് ഞങ്ങളുടെ ചേട്ടൻ വന്നിട്ട് പ്രൈവറ്റായിട്ട് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ചേട്ടൻ്റെ പേര് വിമിൻ എന്നാണ്. ഇവരുടെ കുഞ്ഞുവാവയാണ് ജുവാൻ ഇപ്പോൾ 1.5 വയസ്സേ ആയിട്ടുള്ളൂ. ജുവാനെ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. പിന്നെ ഞങ്ങളുടെ വീട്ടിലുള്ളത് ഞങ്ങളുടെ അപ്പൂപ്പനാണ്. അപ്പൂപ്പൻ ഒരു മലയാളം മാഷായിരുന്നു. അപ്പോൾ ഇത്രയും പേരുള്ളൊരു കുഞ്ഞു ഫാമിലിയാണ് ഞങ്ങളുടേത്. അപ്പോൾ ഞാൻ ഇനി എൻ്റെ വരുന്ന വീഡിയോസിലൊക്കെ ഞാൻ ഇവരെയൊക്കെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സന്തോഷത്തിനായിട്ട് ഞാൻ ഇന്നൊരു കേക്കാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഞാനൊരു പ്രൊഫഷണൽ കേക്ക് ബേക്കറോ അങ്ങനെയൊന്നും അല്ല. എൻ്റെ ഇതിൻ്റെ ടൂൾസോ അങ്ങനെയുള്ള സംഭവങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് ഒരു സിമ്പിളായിട്ടുള്ളൊരു ക്രീം കേക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് നല്ല വിലക്കുറവിൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള സംഭവങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ കേക്ക് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്കിനി എന്തായിരുന്നാലും വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ എല്ലാവരും അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ആദ്യം മൈദ എടുക്കാം. മൈദ ഒരു 10 ടേബിൾ സ്പൂൺ മൈദ അരിപ്പയിലിട്ട് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. ഞാനിപ്പോൾ എൻ്റെ അരിപ്പ കുഞ്ഞായതുകൊണ്ട് 5 ടേബിൾ സ്പൂൺ ഇട്ട് അരിച്ചെടുത്തതിന് ശേഷമാണ് അടുത്ത 5 ടേബിൾ സ്പൂൺ ഇട്ട് അരിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വലിയ അരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ടിട്ട് തന്നെ ഒന്ന് അരിച്ചെടുത്താൽ മതിയാവും. ഞാനിപ്പോൾ കുഞ്ഞരിപ്പ ആയതുകൊണ്ടാണ് എല്ലാം സെപ്പറേറ്റ് ഇട്ട് അരിച്ചെടുക്കുന്നത്. അപ്പോൾ അതേ ഇപ്പോൾ കോൺഫ്ലോർ നല്ലതുപോലെ അരിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് അരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു മുട്ട കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതുവരെയായിട്ട് മുട്ട വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കി നോക്കിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മുട്ട ആഡ് ചെയ്ത് കൊടുത്തത്. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് 5 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1 കപ്പ് പാലെടുക്കാം. അതിൽ 1/2 കപ്പ് പാലൊഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് അങ്ങനെ കുറച്ചായിട്ട് ഒഴിച്ച്, നമുക്ക് തീരെ വെള്ളമായി പോകാൻ പാടില്ല. അപ്പം ആ കേക്കിൻ്റെ ആ ഒരു പരുവത്തിന്, ആ ഒരു ബാറ്ററിൻ്റെ പരുവത്തിന് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചായിട്ട് പാലൊഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കട്ടയൊന്നും ഇല്ലാണ്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വിസ്കറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ സ്പൂൺ വെച്ച് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പരുവത്തിനാണ് നമുക്ക് വേണ്ടത്. ഇനി ഞാൻ ഇതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് ആ മുട്ടയുടെ ഒരു സ്മെല്ല് മാറാൻ വേണ്ടിയിട്ട് മാത്രമാണ്, അതിൻ്റെ ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ചേർക്കുന്നത്. ഇത് ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റുകയാണ്. അപ്പോൾ അതിൽ ഞാൻ A4 ഷീറ്റ് വെച്ചിട്ടാണ് കവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ മുന്നത്തെ ഒരു ഓറിയോ കേക്കിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അത് കയറി കാണാം. അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുത്തേക്കാം. പിന്നെ ഇത് നല്ലതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ എയർ ബബിൾസൊക്കെ പോകാനായിട്ട് നല്ലതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഓപ്ഷണലാണ്, നിങ്ങളിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇടേണ്ട ആവശ്യമില്ല. ഞാൻ വെറുതെ ഇട്ട് കൊടുത്തതേ ഉള്ളൂ. ഇനി ഞാൻ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് അടി കട്ടിയുള്ള ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തേക്ക് നമുക്കിത് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു സ്റ്റാൻഡ് ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് വേണം വെച്ച് കൊടുക്കേണ്ടത്. നമുക്കൊരു അടപ്പ് വെച്ച് അടച്ചു വയ്ക്കാം. നിങ്ങൾക്ക് അടി കട്ടിയുള്ള ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഒരു കുക്കറാണ് എടുത്തിട്ടുള്ളത്.
അപ്പോൾ ഒരു 45 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കേക്ക് അങ്ങനെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു പിന്നോ അങ്ങനെ എന്തെങ്കിലും വെച്ചൊന്ന് കുത്തി നോക്കുക, അതായത് നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്ന്. അപ്പോൾ അതിലൊന്നും പറ്റുന്നില്ല. അപ്പോൾ നല്ലതുപോലെ ഇത് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ക്രീം റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വിപ്പിംഗ് ക്രീം പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 100 ഗ്രാമിൻ്റെ ഒരു പാക്കാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് പാലും കൂടെ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഫോർക്ക് യൂസ് ചെയ്താണ് ഇത് മിക്സ് ചെയ്തത്. നിങ്ങളുടെ കയ്യിൽ വിസ്കറോ ബീറ്ററോ ഉണ്ടെങ്കിൽ അത് വെച്ച് മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ ഫോർക്ക് വെച്ചിട്ടാണെങ്കിൽ ഒത്തിരി മിക്സ് ചെയ്യണം. നല്ലതുപോലെ മിക്സ് ചെയ്താൽ മാത്രമേ നന്നായിട്ടൊന്ന് പതഞ്ഞ് വരത്തുള്ളൂ, നല്ലതായിട്ട് വരത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയായിരുന്നു. അതിലിട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും പുറത്തേക്ക് പോകുന്നതുകൊണ്ട് ഇച്ചിരി കുറച്ചും കൂടെ ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റി മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ എനിക്ക് ഈ ഒരു പരുവത്തിനാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് കേക്കിൻ്റെ സ്റ്റാൻഡ് എങ്ങനെ റെഡിയാക്കാൻ നോക്കാം. ഇതുപോലെ ഒരു കുഞ്ഞു കിണ്ണം എടുത്ത് വെക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ചോറൊക്കെ കഴിക്കുന്ന പാത്രം അതിങ്ങനെ കമഴ്ത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് അതിൻ്റെ മുകളിൽ ഇങ്ങനെ റൊട്ടേറ്റ് ആയിക്കോളും. അതുപോലെ ഞാനിന്ന് കേക്ക് ഉണ്ടാക്കാനായിട്ട് പഴയ നമ്മുടെ കേക്ക് വാങ്ങിൻ്റെ ഒരു ബോർഡ് കിടപ്പുണ്ടായിരുന്നു. അതിനെ കഴുകി വൃത്തിയാക്കി അതാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് സാധാ പാത്രത്തിലായിരുന്നാലും ഇത് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. ഇതേപോലെ അപ്പോൾ റൊട്ടേറ്റ് ആവുന്നുണ്ട്. എനിക്കിപ്പോൾ കേക്ക് ചെയ്യാനായിട്ട് ഇതിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് ഞാനിത് യൂസ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിനൊന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം കേക്കിൻ്റെ ടോപ്പ്. ഞാനിപ്പോൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോർഡ് എടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതായത് ഈ കേക്ക് ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ അതിൻ്റെ മുകളിൽ കേക്ക് അങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ സ്പൂണിൻ്റെ നമ്മൾ ആ കോരി എടുക്കുന്ന ഭാഗം വെച്ചിട്ടാണ് ഞാൻ ആദ്യം ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തത്. അതിനുശേഷം കുറച്ചും കൂടെ ക്രീം ഇട്ടിട്ടുണ്ട്. ക്രീം ഇട്ട് നമുക്ക് സ്പൂണിൻ്റെ ബാക്ക് സൈഡ് വെച്ച് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ലെവൽ ചെയ്തൊന്നും അത്രയ്ക്ക് കറക്റ്റല്ല, എന്നാലും ഒപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഫുള്ളായിട്ട് ഇങ്ങനെ കവർ ചെയ്ത് കുറച്ച് അധികം ഇട്ടിട്ടാണ് ഞാനിങ്ങനെ അങ്ങോട്ടും നീക്കി കൊടുക്കുന്നത്. അപ്പോൾ അതേ ഞാൻ അങ്ങനെ കേക്ക് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ ഇതിനൊരു 15 മിനിറ്റ് ഒന്ന് സെറ്റ് ആവാനായിട്ട് വെക്കാം. അപ്പോൾ അതിനുശേഷം ഞാനിപ്പോൾ കേക്ക് എടുത്തിട്ട് അതിലിങ്ങനെ ചോക്കോ ചിപ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ചോക്കോ ചിപ്സ് ഇല്ലയെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്താലും മതിയാവും. അതിനുശേഷം നടുക്ക് ഇങ്ങനെ ചെറിയും അതിൻ്റെ നടുക്ക് ONK എന്ന് എഴുതി അങ്ങനെയൊക്കെ ഞാൻ ഡെക്കറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ചോക്കോ ചിപ്സ് എൻ്റെ ഇരുന്നത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഇതിനകത്ത് ഇട്ടത്. നിങ്ങൾക്ക് ചെറിയൊക്കെ ഇപ്പോൾ എല്ലായിടം കിട്ടുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് നല്ലതുപോലെ ചീകി ഇടാം, അതുപോലെ നട്ട്സ് ഇടാം, അങ്ങനെ എന്ത് വേണമെങ്കിലും വെച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ പരിപാടികളെല്ലാം ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കേക്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീട്ടിൽ കുഞ്ഞു ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയൊരു സിമ്പിൾ കേക്കാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇത്രയും നാളുണ്ടായിരുന്ന സപ്പോർട്ട് ഇനിയും എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.